अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। അൽഹംദുലില്ലാ. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. സമ്പത്തും പ്രതാപവും അത് നേടിയെടുക്കാനും ജീവിതം ആസ്വാദ്യമാക്കാനുമുള്ള ബന്ധപ്പാടിൽ സ്വയം അന്ധരായി പോകുന്നവർക്ക് മേൽപ്പറഞ്ഞ ആധ്യാത്മികമായിട്ടുള്ള അഭ്യുന്നതി എന്നും അപ്രാപ്യമായിരിക്കും. അവർക്കത് ചിന്തിക്കാനുള്ള സമയം പോലും ഉണ്ടാവില്ല. കാരണം ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കാനും കഴിയുന്നതുമായിട്ടുള്ള ലോകത്തിലെ ജീവിതം, ഇഹലോക ജീവിതം, ആ ജീവിതത്തെ മധുരതരമാക്കാനുള്ള ബദ്ധപ്പാടിൽ അത് സംബന്ധിയായിട്ടുള്ള യുദ്ധങ്ങൾ, സമരങ്ങൾ, വാക്പോരുകൾ, അതിലവർ എപ്പോഴും മുഴുകി ജീവിക്കുകയാണ്. അവിടെ വിശ്വാസത്തിൻ്റെ മാർഗം, ആധ്യാത്മികതയുടെ മാർഗം, അവനവനിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള പ്രാപ്തി, അതൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ്. ആ മാർഗത്തിൽ ശ്രേഷ്ഠതയും സത്യവും നന്മയും ഗളഹസ്ഥം ചെയ്യപ്പെടുന്നതോ ഉത്കൃഷ്ടവും വിശുദ്ധവുമായിട്ടുള്ള ആശയ ആദർശങ്ങൾ അവരുടെ മലീമസമായിട്ടുള്ള കാലടികളാൽ ചവിട്ടി തേക്കപ്പെടുന്നതോ അതൊന്നും തന്നെ തടയാനാവില്ല. പിന്നെ ഖുറൈശികളുടെ, സാധാരണക്കാരായിട്ടുള്ള ഖുറൈശികളായിട്ടുള്ള ഈ അറബികളുടെ കഥ എന്ത് പറയാൻ? ഇപ്പുറത്ത് അവരുടെ മുഖ്യ ശത്രുവായിട്ടുള്ള അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുഹമ്മദ് അഥവാ പ്രവാചകൻ. പ്രവാചകന് ദിനം പ്രതി അനുയായികൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ദൗത്യം ഒരു നാൾ തങ്ങളുടെയും അനുസരണയോടെ തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരുടെയും തങ്ങൾക്കും അതുപോലെ തങ്ങളുടെ അനുസരണയോടുകൂടി തങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കും. അതാണ് ഇപ്പോൾ അവരുടെ ഭയം. അറേബ്യൻ ഉപദ്വീപിലെ മുഴുവൻ അറബികളിലേക്കും ഒരിക്കൽ അത് കടന്നു ചെല്ലും എന്നും അവർ ഭയപ്പെടുന്നു. ഒരിക്കലും അത് സമ്മതിച്ചു കൊടുത്തുകൂടാ. അത് തടയേണ്ടതാണ്. അത് തടഞ്ഞേ മതിയാകൂ. ഇനിയിപ്പോൾ അതിനു വേണ്ടിയിട്ട് ആളുകളെ ഇല്ലാതാക്കണോ? അതിനുവേണ്ടി ഏത് തരത്തിലുള്ള യുദ്ധം അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. ഖുറൈശികൾ ബഹിഷ്കരണ മാർഗം, ഉപരോധങ്ങൾ, മർദ്ദനങ്ങൾ, കുപ്രചാരണങ്ങൾ, ഇതൊക്കെയും അവർ ശത്രുക്കൾക്കെതിരെ അവർ പ്രയോഗിക്കുകയും ചെയ്യും. പ്രവാചകനെ അനുഗമിക്കുന്നതിന് വിഘാതമായി തീർന്നിട്ടുള്ള മൂന്നാമത്തെ കാരണം പുനരുത്ഥാനത്തെയും നരകശിക്ഷയെയും ഖുറൈശികൾക്ക് വലിയ ഭയമായിരുന്നു. അതാണ് മറ്റൊരു കാരണം. അനിയന്ത്രിതമായിട്ടുള്ള ലീലാവിനോദങ്ങളിൽ മുങ്ങി ആഴ്ന്നു കിടക്കുന്ന ജനവിഭാഗമായിരുന്നു ഖുറൈശികളെന്ന്.
മദ്യവും മദിരാക്ഷിയും, ആട്ടവും പാട്ടും, പിന്നെ കുറേ ദൈവസ്വരൂപങ്ങളും, വ്യാപാരം, പലിശ ഇടപാട് വഴി അതിനുള്ള വിഭവങ്ങൾ, അവരുടെ സുഖഭോഗങ്ങൾക്കുള്ള വിഭവങ്ങൾ അത് അവരങ്ങനെ സമാഹരിച്ചുകൊണ്ടിരുന്നു. സമ്പന്ന വിഭാഗം അങ്ങനെ ചെയ്യുന്നതിലൊന്നും ഒരു വിധത്തിലുള്ള അധാർമികതയോ നീചത്വമോ അവർ ദർശിച്ചതുമില്ല. പൈസ ഉണ്ടാക്കുക, സമ്പന്നനാകുക, ജീവിതം മുഴുവൻ ആഘോഷമാക്കുക, അത്രമാത്രമേ അവർക്ക് താല്പര്യമുണ്ടായിരുന്നുള്ളൂ. കൈവെടിയേണ്ട ദുർഗുണങ്ങളാണ് അവയെന്ന് അവർക്കൊട്ടും തോന്നിയതുമില്ല, അതിനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നതുമില്ല. അതുകൂടാതെ പ്രതിമകൾക്ക് അർപ്പിക്കുന്ന ബലികർമ്മങ്ങളും ആരാധനയും അത് മതി, ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും മുക്തി കിട്ടാൻ അത് മതി, പാപമുക്തിക്ക് അതൊക്കെ ഉതകുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഒരു കർമ്മത്തിന്റെ സാധുതയ്ക്ക് ഹുബലിന്റെ സമീപത്തിൽ പോയിട്ട് ഒരു അമ്പ് വലിച്ചെടുക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. കുറ്റങ്ങളും പാപങ്ങളും കഴുകിക്കളയാൻ ബിംബങ്ങൾക്ക് ഒരു ബലിയും കൊടുക്കണം, അത്രമാത്രം. ബലിയും അർച്ചനയുമാവുന്ന കൈക്കൂലി ബിംബങ്ങൾക്ക് നൽകാൻ കഴിവുള്ളിടത്തോളം കാലം കൊലയാകട്ടെ കൊള്ളയാകട്ടെ, കൊലയും കൊള്ളയും വ്യഭിചാരവും ആഭാസങ്ങളും മദ്യപാനവും പരദ്രോഹവും നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഹൃദയങ്ങളെ കിടിലം കൊള്ളിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഘനഗംഭീരമായിട്ടുള്ള സൂക്തങ്ങളിലൂടെ അവരുടെ നാഥൻ അവർക്ക് വേണ്ടി പതിയിരിക്കുകയാണെന്ന പ്രഖ്യാപനവുമായിട്ട് പ്രവാചകൻ കടന്നു വരുന്നത്. അന്ത്യദിനത്തിൽ അവര് ജീവിപ്പിക്കപ്പെടുമെന്നും സ്വന്തം കർമ്മങ്ങൾ മാത്രമേ ശുപാർശകരായിട്ടുണ്ടാവുകയുള്ളൂ, വേറൊരു ദൈവങ്ങളും മധ്യസ്ഥന്മാരായിട്ട് വരില്ല എന്നും പ്രവാചകൻ ഉദ്ഘോഷിക്കുന്നു. അഥവാ ദൈവവചനങ്ങൾ വെളിപാടാക്കുന്നു. പിന്നീട് ഘോരനാദം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ തൻ്റെ സഹോദരനെയും മാതാവിനെയും പിതാവിനെയും സഹധർമ്മിണിയെയും സന്താനങ്ങളെയും വിട്ട് ഓടിപ്പോയിക്കളയുന്ന ദിവസം. അന്ന് മനുഷ്യരിൽ ഓരോരുത്തർക്കും മതിയാവോളം ചിന്താവിഷയമുണ്ടായിരിക്കും. അന്ന് ചില മുഖങ്ങൾ പ്രസന്നങ്ങളായിരിക്കും, അവ സന്തോഷം നിറഞ്ഞവയും ചിരിച്ചുകൊണ്ടിരിക്കുന്നവയുമായിരിക്കും. മറ്റു ചില മുഖങ്ങളിൽ അന്ന് പൊടി പറ്റിപ്പിടിച്ചിരിക്കും, കറുത്ത പാടുണ്ടാകും, ഇരുട്ട് ആ മുഖങ്ങളെ പൊതിഞ്ഞിരിക്കും. അവരത്ര അക്രമികളായിട്ടുള്ള ക്രമം തെറ്റി ജീവിച്ച് സത്യനിഷേധികൾ. ആകാശം ഉരുക്കിയ ലോകം പോലെയും പർവ്വതങ്ങൾ കാറ്റിൽ പറക്കുന്ന പഞ്ഞി പോലെയും ആയിത്തീരുന്നൊരു ദിവസം. ഒരൊറ്റ സ്നേഹിതനും മറ്റൊരു ഉറ്റ സ്നേഹിതനെ കുറിച്ച് അന്ന് ചോദിക്കില്ല. അവർ പരസ്പരം കാണും. സ്വസന്താനങ്ങളെ പ്രായശ്ചിത്തം നൽകിയിട്ടെങ്കിലും ആ ദിവസത്തെ ശിക്ഷയിൽ നിന്നും മോചനം നേടിയാൽ കൊള്ളാമെന്ന് അന്ന് കുറ്റവാളികൾ ആശിച്ചു പോകും. അപ്രകാരം തന്നെ തന്റെ സഹധർമ്മിണിയെയും സഹോദരനെയും തനിക്ക് അഭയം നൽകിയിരുന്ന കുടുംബത്തെയും ഭൂമികളെ എല്ലാവരെയും പ്രായശ്ചിത്തമായിട്ട് വിട്ടുകൊടുക്കുകയും എന്നിട്ട് അവയെല്ലാം അവന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്താൽ കൊള്ളാമെന്ന് അവൻ ആശിച്ചു പോകും. ആളിക്കത്തുന്ന അഗ്നിയാണ് നരകം. അത് തൊലിയെ നിശേഷം ഉരിച്ചു കളയും. പിന്തിരിഞ്ഞു പോവുകയും അവഗണിക്കുകയും ചെയ്തവനെ ആ നരകം വിളിക്കും. ധനം ശേഖരിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തവനെയും ആ നരകം വിളിക്കും. അന്ന് നിങ്ങളെ പരമപിതാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കും. നിങ്ങൾ ഒരു കാര്യവും പരമരഹസ്യമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു കാര്യവും അന്ന് നിങ്ങളിൽ ഒതുങ്ങി നിൽക്കില്ല. എന്നിട്ട് വലം കൈയിൽ ഏടുകൾ നൽകപ്പെട്ടവൻ പറയും, ഇതാ എൻ്റെ ഏടുകൾ എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എൻ്റെ വിചാരണ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ബോധം എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ അവൻ സംതൃപ്തമായ ജീവിതത്തിൽ പ്രവേശിക്കും. ഉയർന്ന പൂങ്കാവനത്തിൽ അതിലെ പഴങ്ങൾ വളരെ താഴ്ന്നിട്ടാണ് സ്ഥിതി ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് പ്രതിഫലമായിട്ട് ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് അവരോട് അവിടെ വെച്ച് പറയും. എന്നാൽ ഇടം കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ പറയും, എനിക്ക് എൻ്റെ ഏടുകൾ നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ കണക്ക് എന്തെന്നറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആ മരണത്തോടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ ധനം എനിക്കൊരു പ്രയോജനവും ചെയ്തില്ല, എൻ്റെ സ്വാധീന ശക്തിയും എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അന്നേരം അല്ലാഹു കൽപ്പിക്കും, അവനെ പിടിച്ച് ചങ്ങലയിൽ ബന്ധിക്കും, എന്നിട്ട് അവനെ നരകത്തിലിടും. 70 മുഴം വലുപ്പമുള്ളൊരു ചങ്ങലയിൽ അവനെ ബന്ധിച്ചു കൊള്ളുക. മഹാനായ പരമപിതാവായിട്ട് അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. അഗതികൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല. അതിനാൽ ഇന്നിവിടെ അവൻ ആത്മമിത്രമായിട്ട് ആരും തന്നെയില്ല. അഴുക്കല്ലാത്ത ആഹാരവും ഇവിടെയില്ല അവന് വേണ്ടിയിട്ട്. കുറ്റവാളിയല്ലാതെ ആരാ അത് ഭക്ഷിക്കുക? അൽഹംദുലില്ലാഹ്.